എല്ലാവർക്കും നമസ്കാരം. ഇൻ്റർലെസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേറ്ററ്റ് കാറ്റഗറി 3ക്ക് വേണ്ടിയിട്ടുള്ള അഡോളസൻസ്. അത് 3ക്ക് മാത്രമല്ല, അങ്ങനെ സിലബസിൽ പറയുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ കാറ്റഗറിക്കും 2നും ഇത് ചോദിക്കുന്നതാണ്, അറിയാമല്ലോ. അപ്പോൾ LP UP കേറ്ററ്റ് എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡോളസൻസ് എന്നുള്ള ടോപ്പിക്കാണ് അഡോളസൻസ്. നോക്കാം എന്താണ് അഡോളസൻസ്, അല്ലെങ്കിൽ ആ വേർഡ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ദ വേർഡ് അഡോളസൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് അഡോളസർ വിച്ച് മീൻസ് ടു ഗ്രോ ഓർ ടു ഗ്രോ ഇൻ ടു മെച്യൂരിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വേർഡ് അഡോളസൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ഏത് പദത്തിൽ നിന്നാണ്? ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? അഡോളസർ. ഓക്കെ, അപ്പോൾ ലാറ്റിൻ വേർഡായിട്ടുള്ള അഡോളസർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അഡോളസൻസ് എന്നുള്ള വേർഡ് രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി ഈ അഡോളസർ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ടു ഗ്രോ ഓർ ടു ഗ്രോ ഇൻ ടു മെച്യൂരിറ്റി, വളരുക, ഇല്ലേ? അല്ലെങ്കിൽ എന്താണ്? പക്വതയിലേക്കുള്ള വളർച്ച എന്നുള്ളതാണ്. ടു ഗ്രോ ഇൻ ടു മെച്യൂരിറ്റി, പക്വതയിലേക്കുള്ള വളർച്ച എന്നതാണ് അഡോളസർ എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. For the word adolescence is derived from the Latin word adolescer, which means to grow or to grow into maturity. Okay ആണെന്ന് കരുതുന്നു. Then meaning നോക്കാം. Adolescence is the transition period from childhood to adulthood, usually from 12 to 19 years. It is marked by rapid physical, mental, emotional and social changes. Adolescence is the transition period from childhood to adulthood. ബാല്യത്തിൽ നിന്നും എന്താണ്? പക്വതയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് അഡോളസൻസ് എന്ന് പറയുന്നത്, ഇല്ലേ? ആ ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ബാല്യത്തിൽ നിന്നും പക്വതയിലേക്കുള്ള വളർച്ചയുടെ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് വിളിക്കുന്നത്. ആ പീരീഡിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്, കൗമാരം എന്ന് പറയുന്നത്. യൂഷ്വലി ഫ്രം 12 to 19 years. എത്ര തൊട്ടാണ്? 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ആ വയസ്സും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൾട്ട്ഹുഡ്, യൂഷ്വലി ഫ്രം 12 to 19 years. ഇനി ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ റാപ്പിഡ് ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. കുട്ടിയിൽ എന്താണ്? പെട്ടെന്നുള്ള ഫിസിക്കലായിട്ടുള്ളതും അതേപോലെ മെൻ്റലായിട്ടുള്ളതും ഇമോഷണലും സോഷ്യൽ എന്നീ ചേഞ്ചസ് ഉണ്ടാകുന്ന, വളരെ പെട്ടെന്നൊരു ചേഞ്ചസ് ഈ പറഞ്ഞ മേഖലകളിലെല്ലാം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ അഡോളസൻസിലെ കൗമാരം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് അഡോളസൻസ് ആണ്. അഡോളസൻസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. നേച്ചർ എന്താണെന്ന് നോക്കാം. എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്. അറിയാലോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പെട്ടെന്നുള്ള വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അതേപോലെ എന്താണ്? ബാല്യത്തിനും പക്വതയ്ക്കും ഇടയിലുള്ള ആ കാലഘട്ടത്തെ ബന്ധിപ്പിക്കുന്ന, ആ രണ്ട് കാലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഏത്? ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. ദെൻ എ ടൈം ഓഫ് സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ്? സെർച്ച് നടക്കുന്ന ഒരു സമയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് പറയാറില്ലേ? അഡോളസൻസിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസുമായിട്ട് ബന്ധപ്പെട്ട അതായത് സ്വന്തം സത്വം എന്താണ്, നമ്മളുടെ റോൾ എന്താണ് എന്നൊക്കെ കുട്ടി അന്വേഷിക്കുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ പീരീഡ് ഓഫ് ഐഡൻറ്റിറ്റി, സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി എന്ന് പറയും. കേട്ടല്ലോ? സെർച്ച് ഫോർ ഐഡൻറ്റിറ്റി അല്ല, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ദെൻ എ സ്ട്രെസ് ആൻഡ് സ്റ്റോം പീരീഡ്. അതേപോലെ തന്നെ എന്താണ്? സ്പർദ്ധയുടെ ഒരു കാലഘട്ടമാണ് സ്റ്റോം. അതേപോലെ കലുഷിതത്വത്തിൻ്റെ ഒരു, കലുഷിതമായി കിടക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു പീരീഡാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, മൂഡ് സ്വിങ്സിൻ്റെ കാലഘട്ടമാണ്. പെട്ടെന്ന് ചില വികാരങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇമോഷണൽ അപ്സും ഡൗൺസും ഉണ്ടാകുന്ന സമയമാണ്, വളരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്, മനസ്സ് വല്ലാതെ കലുഷിതമായിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന് വിളിക്കും. ഈ അഡോളസൻസിനെ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റാൻലി ഹാൾ എന്നുള്ളതാണ് കേട്ടോ. സ്റ്റാൻലി ഹോൾ, STANLEYHALL, അതാണ് സ്റ്റാൻലി ഹോൾ. ഇത് പലപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അഡോളസൻസിന് ഈ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്റ്റോം എന്ന് പറഞ്ഞത് ആരാണ്? സ്റ്റാൻലി ഹോൾ ആണ്. ഓക്കെ, ദെൻ അടുത്തത് നോക്കി. അടുത്ത നേച്ചർ എന്ന് പറയുന്നത് സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാതന്ത്ര്യം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെയാണ്, അവർ മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് കുറച്ചുകൂടി ഇൻഡിപെൻഡൻസ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവർ കുറെ കൂടിയൊക്കെ എന്താണ്, അതിനു മുമ്പുണ്ടായിരുന്ന സമയങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇത് എന്താണ്, വർദ്ധിച്ചു വരുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സമയമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നേച്ചർ ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം? എ പീരീഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്, എ ടൈം ഓഫ് സെർച്ച് ഫോർ ഐഡന്റിറ്റി, എ സ്ട്രെസ് ആൻഡ് സ്റ്റോം പീരീഡ്, എ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡോളസൻസിൻ്റെ പ്രത്യേകതകൾ, സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോയിന്റായിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമുക്കിത് തന്നിട്ട് ചോദിക്കാറുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അഡോളസൻസിൻ്റെ നേച്ചർ അല്ലാത്തതേത് അല്ലെങ്കിൽ ആയിട്ടുള്ളതേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തത് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്. ഈ കൗമാരകാലത്തിൻ്റെ പ്രത്യേകതകൾ ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണ്. ഒന്ന്, ഫിസിക്കൽ ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇല്ലേ, പെട്ടെന്നുള്ള ശാരീരികമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്ന സമയമാണെന്ന് പറഞ്ഞില്ലേ, ഫിസിക്കൽ ചേഞ്ചസ്. എന്താണ്? റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ്. ആ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശാരീരികമായിട്ട് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസം ഉണ്ടാകുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതേപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സെക്കൻഡറി ആയിട്ടുള്ള സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതായത് ഈ ആൺകുട്ടിയാണെങ്കിൽ അവരുടെ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു ഇല്ലേ, ശബ്ദം കനം വയ്ക്കുന്നു, മുഖത്ത് രോമ വളർച്ച ഉണ്ടാകുന്നു. പെൺകുട്ടിയാണെങ്കിൽ ശാരീരികമായിട്ടൊക്കെയുള്ള വളർച്ച പെട്ടെന്ന് കുറെ കൂടി വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ മാസമുറയുടെ ആരംഭമൊക്കെ നടക്കുന്ന സമയമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫിസിക്കൽ ചേഞ്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതാണ് നമ്മൾ പറഞ്ഞത്. ദെൻ രണ്ടാമത്തത് നോക്കി, ഇമോഷണൽ ചേഞ്ചസ് ആണ് ഇല്ലേ. ഇനി ഇമോഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? മൂഡ് സ്വിങ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താണ്, ഇമോഷൻസിൽ അപ്സും ഡൗൺസും പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എന്താകും, ദുഃഖം ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് തോന്നി സന്തോഷം ഉണ്ടാകുക. അങ്ങനെ മൂഡ് സ്വിങ്സിൻ്റെ സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി, വളരെ സെൻസിറ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും എന്താണ്, വെറുതെ ആരെങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് ക്രിട്ടിസൈസ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാൽ പോലും അതിനകത്ത് കൂടുതൽ എന്താണ്, അങ്ങ് ആകുലപ്പെട്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഈ സെൻസിറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്ട്രോങ് ഇമോഷൻസ്. സുഹൃത്തുക്കളോടുള്ള സ്നേഹത്തിലായാലും അതുപോലെ നമുക്ക് ദേഷ്യം വരുന്ന സമയത്തായാലും എല്ലാം അത് ഭയങ്കരമായിട്ട് അത് എന്താണ്, വളരെ ശക്തമായ രീതിയിൽ അത് പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അതാണ്, ഇമോഷൻസ് വളരെ ശക്തമായിരിക്കും. അത് ദേഷ്യമായാലും സ്നേഹമായാലും എന്ത് വികാരമായാലും അത് ആ ഇമോഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയമാണ് എന്ത്, അഡോളസൻസ് എന്ന് പറയുന്നത്. അതാണ് ഇമോഷണൽ ചേഞ്ചസിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൂഡ് സ്വിങ്സ്, ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി, ദെൻ സ്ട്രോങ് ഇമോഷൻസ്. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തത് നോക്കാം, മെൻ്റൽ ഓർ കൊഗ്നിറ്റീവ് ചേഞ്ചസ്. ഇനി നമ്മുടെ മാനസിക പ്രക്രിയകളിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക പ്രക്രിയയിൽ ഈ അഡോളസൻസിൻ്റെ സമയത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. എന്താണ്, അമൂർത്തമായിട്ടുള്ള ചിന്ത ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. എന്താണ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, അമൂർത്ത ചിന്തനം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ണിന് കാണാനോ കേൾക്കാനോ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ്. അതാണ് ഇത് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. യുക്തിപൂർവം, വളരെ
യുക്തിപരമായിട്ടൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാനോ തൊട്ട് നോക്കാനോ കേൾക്കാനോ ഒന്നും കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ അപ്രാപ്യമായ കാര്യങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കുക. അതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്, അല്ലേ? ദെൻ ഇംപ്രൂവ്ഡ് റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതേപോലെ എന്താണ്, തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ റീസണിങ് കപ്പാസിറ്റിയൊക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പം മെൻ്റൽ പ്രോസസ്സിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോജിക്കൽ തിങ്കിങ് ഒക്കെ അതിന് ഈ പറയുന്ന 12 വയസ്സിന് മുമ്പ് ആരംഭിക്കുമെങ്കിലും അത് കോൺക്രീറ്റ് ഓബ്ജക്ട്സുകളെ കുറിച്ചാണ് അവർക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ കഴിയുക. പക്ഷെ അഡോളസൻസ് എന്ന് പറയുമ്പോൾ 12 വയസ്സിലേക്ക് എത്തുമ്പോഴത്തേക്കിനും എന്താണ്, 12 വയസ്സ് തൊട്ട് അങ്ങോട്ട് അങ്ങനെ അല്ലാത്ത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കോൺക്രീറ്റ് അല്ലാത്ത സാധനങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമ്മളെന്നും കാണുന്ന സംഭവമാണ്. അതൊരു കോൺക്രീറ്റ് ഓബ്ജക്റ്റ് ആണ്, അല്ലേ? കാണാനും അറിയാനും കഴിയുന്ന ഒരു വസ്തുവായിട്ട് നിൽക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാം. എന്നാൽ മറ്റ് ഗ്രഹങ്ങൾ, ഇപ്പോൾ ജൂപ്പിറ്റർ, മാർസ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് കാണുന്നതല്ല, നമ്മൾ കണ്ണിന് കാണുന്നില്ല, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തതാണ്. പക്ഷെ എങ്കിലും അതിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യാറുണ്ട്, അല്ലെ? ചിന്തിക്കാറുണ്ട്. ആ ഗ്രഹത്തിലെ കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന സമയത്ത് നമ്മൾ അതെല്ലാം ലോജിക്കലി നമ്മൾ അതിനെക്കുറിച്ചും തിങ്ക് ചെയ്യുന്നു. അപ്പോൾ കാണാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, തിങ്ക് ചെയ്യാൻ കഴിയുന്നു. അതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്. ദെൻ ഇംപ്രൂവ്ഡ് റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ റീസണിങ് കപ്പാസിറ്റിയും അതേപോലെ തന്നെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയും ഒക്കെ എന്ത് ചെയ്യുന്നു, എബിലിറ്റീസും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ സോഷ്യൽ ചേഞ്ചസ്. ഈ സമയത്തുള്ള സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഓഫ് പിയർ ഗ്രൂപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിവരയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റാണ്. പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് വളരെ ശക്തമാകുന്ന ഒരു കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഡോളസൻസ് ആണ്, ഇല്ലേ? ഈ സമയത്ത് സൗഹൃദങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഇല്ലേ? അപ്പോൾ ഈ പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദെൻ ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം പേരൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഇല്ലേ? പേരൻസിൽ നിന്നും കുറെ കൂടി എന്താണ്, അവർ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദെൻ ഇൻട്രസ്റ്റ് ഇൻ ഓപ്പോസിറ്റ് സെക്സ്. എതിർലിംഗത്തിലുള്ള ആളുകളോട് എന്ത് തോന്നുന്നു, താല്പര്യം തോന്നുന്നതും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ അഡോളസൻസ് പീരീഡ്. അതാണ് ആ സമയത്തുണ്ടാകുന്ന സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു, പേരൻസിൽ നിന്നും കുറെ കൂടി സ്വാതന്ത്ര്യം അവർ കാക്ഷിക്കുന്നു, അതേപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് സെക്സിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് ഈ സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തത് മോറൽ ആൻഡ് വാല്യൂ ഡെവലപ്മെൻറ്റ്. മൂല്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, അതേപോലെ സാൻമാർഗികതയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്, അല്ലേ? അപ്പോൾ അത് കുറെ കൂടി ശക്തമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ നോക്കാം എന്താണെന്ന്. ഫോർമേഷൻ ഓഫ് പേഴ്സണൽ വാല്യൂസ്. എന്താണ്, വ്യക്തിഗത മൂല്യങ്ങൾ ഫോം ചെയ്യുന്ന ഒരു സമയമാണ്, അത് ഫോം ചെയ്തു തുടങ്ങുന്നു. ദെൻ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ബിക്കം സ്ട്രോങ്ങർ. ശരിയേത് തെറ്റേത് എന്നൊക്കെയുള്ള ശക്തമായിട്ടുള്ള ഒരു ചിന്ത അവരിലേക്ക് വളരെ ശക്തമാകുന്ന ഒരു കാലഘട്ടമാണ്. ശരിയേത് തെറ്റേതെന്നൊക്കെ അവർ തിരിച്ചറിയാൻ തുടങ്ങുന്നു. അവരുടേതായിട്ടുള്ള ഇതിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീക്ഷണകോണുകളിൽ നിന്ന് കാര്യങ്ങൾ നോക്കിക്കാണാനും ഒക്കെ അവർ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അവർക്ക് ശരിയും തെറ്റുമൊക്കെ തിരിച്ചറിയുന്ന ഒരു ലെവലിലേക്ക് അവർ വളർന്നു വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ മോറൽ വാല്യൂസൊക്കെ കൂടുതലായിട്ട് അവരിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയം കൂടിയാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാകും, ഒരു ചേഞ്ചസ്, അവരിൽ റാപ്പിഡ് ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പോൾ ഫോർമേഷൻ ഓഫ് പേഴ്സണൽ വാല്യൂസ് അത് ഏത് മോറൽ ഡെവലപ്മെൻ്റ് ആണോ, മീൻസ് മോറൽ ആൻഡ് വാല്യൂ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണോ, സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണോ, അതല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോർമേഷൻ ഓഫ് പേഴ്സണൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ മോറൽ ഡെവലപ്മെൻ്റ് ആണ്, അല്ലെ? മോറൽ ആൻഡ് വാല്യൂ ഡെവലപ്മെൻ്റ് ആണ്, അല്ലേ? അല്ലെങ്കിൽ അടുത്ത പോയിന്റ് നോക്കി, സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ബിക്കം സ്ട്രോങ്ങർ. ഇത് ഏത് ക്യാരക്ടറിസ്റ്റിക്സിൽ പെടും? മോറൽ ആൻഡ് വാല്യൂ ഡെവലപ്മെൻറ്റ് എന്നുള്ളതിൽ വരുമോ, അതല്ല സോഷ്യൽ ചേഞ്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണോ? ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഓരോ ഹെഡിൻ്റെ അണ്ടറിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി, മെൻ്റലി, മോറൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റേജസ് ഓഫ് അഡോളസൻസ് ആണ്. അഡോളസൻസിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്?
എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏർലി അഡോളസൻസ് ആണ്. 12 മുതൽ 14 വയസ്സ് വരെയാണ്. 12 മുതൽ 14 വയസ്സ് വരെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏജും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 12 മുതൽ 14 വരെ വയസ്സ് വരെയുള്ള ആ ഒരു സ്റ്റേജിനെ അറിയപ്പെടുന്നത് ഏർലി അഡോളസൻസ് എന്നാണ്. അല്ലെ ഏർലി അഡോളസൻസിന്റെ പ്രായം എത്രയാണ്? 12 to 14 ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ ഈ സമയത്ത് ഒരു പ്രത്യേകതകൾ നോക്കിക്ക്. റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് ഇല്ലേ, 12 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് പെട്ടെന്നുള്ള ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. അതേപോലെ സെൽഫ് കോൺഷ്യസ് സ്വയം ആ ഒരു ബോധം കുട്ടിയിലുണ്ടാകുന്ന ഒരു സമയമാണ്. ദെൻ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്നാണ് പറഞ്ഞത് അല്ലേ. ഇമോഷണലി അത്ര സ്റ്റേബിൾ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് അവർ ദുഃഖിതരാകും, പെട്ടെന്ന് തന്നെ അവർ സന്തോഷം തോന്നും. അങ്ങനെ ആ മൂഡ് സിങ്സ് വളരെ ഇതായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏർലി അഡോളസൻസിന്റെ ഒരു പ്രത്യേകതയാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, സെൽഫ് കോൺഷ്യസ്, ദെൻ റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്. ഓക്കെ ആണല്ലോ. ഈ 3 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏർലി അഡോളസൻസിന്റെ വയസ്സ് എത്രയാണ്? 12 to 14 ആണ്. ആ സമയത്തെ പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, സെൽഫ് കോൺഷ്യസ് ഉണ്ടാകുന്നു, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത മിഡിൽ അഡോളസൻസിലേക്ക് പോകുമ്പോൾ 15 മുതൽ 17 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ, 15 മുതൽ 17 വയസ്സ് വരെ. ഈ സമയത്തെന്ന് പറയുമ്പോൾ നോക്കിയേ, സെർച്ച് ഫോർ ഐഡന്റിറ്റി, തൻ്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിലാണ് അവർ, അന്വേഷണത്തിലാണ്. മനസ്സിലായോ? അപ്പോൾ സ്വത്വത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. എൻ്റെ ഐഡന്റിറ്റി എന്താണ്, എൻ്റെ ഈ സമൂഹത്തിലുള്ള റോൾ എന്താണ്, പേരൻസിനിടയിലായാലും എനിക്കുള്ള റോൾ എന്താണ്, ഇങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ മിഡിൽ അഡോളസൻസിലുള്ള കുട്ടികൾ നിൽക്കുക. അപ്പോൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്പർദ്ധയൊക്കെ ഇവർ നേരിടുന്ന ഒരു സമയമാണ്. തൻ്റെ റോൾ അറിയുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഐഡന്റിറ്റി ക്രൈസിസ്, ഓർമ്മ വേണം, ഐഡന്റിറ്റി ക്രൈസിസ് അഡോളസൻസിന്റെ സമയത്താണ് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്. കാരണം തൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് ഉള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. തൻ്റെ റോൾ എന്താണെന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള ടേം ആദ്യമായിട്ട് കോയിൻഡ് ചെയ്തത് നമ്മുടെ കോൾബർഗ് ആണെന്നുള്ള കാര്യം, എറിക്സൺ ആണ്, കോൾബർഗ് അല്ല, എറിക്സൺ ആണ്. എറിക് എച്ച് എറിക്സൺ ആണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള ആ ഒരു ടേം ആദ്യമായിട്ട് കോയിൻഡ് ചെയ്തത്. അതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സെർച്ച് ഫോർ ഐഡന്റിറ്റി, അതേപോലെ തന്നെ നോക്കുക സ്ട്രോങ് പിയർ ഇൻഫ്ലുവൻസ് ഇല്ലേ, സുഹൃത്തുക്കളുടെയൊക്കെ വളരെ വലിയൊരു ഇൻഫ്ലുവൻസും ഈ ഒരു മിഡിൽ അഡോളസൻസിന്റെ സമയത്ത് ശക്തമാകുന്ന ഒരു സമയമാണ്. ദെൻ ഇമോഷണൽ ഇൻറ്റൻസിറ്റി, ഈ പറഞ്ഞത് കണക്ക് വികാരങ്ങൾ വളരെയധികം തീവ്രമാകുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള സ്നേഹം, സുഹൃത്തുക്കളോടുള്ള അമിതമായ സ്നേഹം കാണിക്കുക. ഇനി എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഭയങ്കരമായ ദേഷ്യം. നമുക്കറിയില്ല, ഈ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മൾ ഡീൽ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളിതെല്ലാം കഴിഞ്ഞ ഒന്നാണ്. അപ്പോൾ ഇമോഷണൽ ഇൻറ്റൻസിറ്റി വളരെ ശക്തമായിരിക്കും, വികാരങ്ങൾ വളരെ തീക്ഷ്ണമായിരിക്കുന്ന ഒരു സമയമാണ് മിഡിൽ അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെർച്ച് ഫോർ ഐഡന്റിറ്റി, സ്ട്രോങ് പിയർ ഇൻഫ്ലുവൻസ്, ഇമോഷണൽ ഇൻറ്റൻസിറ്റി. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്ത ലേറ്റ് അഡോളസൻസ്, 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലേറ്റ് അഡോളസൻസ് ആണ്. അപ്പോൾ അത് 18-19 വയസ്സാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഇമോഷണൽ മെച്യൂരിറ്റി. അപ്പം നേരത്തെ മുൻപ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ട് ഇമോഷണലി ഒരു മെച്യൂരിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമാണ് ലേറ്റ് അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലിയറർ സെൽഫ് ഐഡന്റിറ്റി. ഈ പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്കിന് കുട്ടിയുടെ ഐഡന്റിറ്റി അവർക്ക് ഏകദേശം ക്ലിയർ ആയി കിട്ടും. എന്താണ് തൻ്റെ റോൾ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി തുടങ്ങും. ഓക്കെ, ദെൻ ബെറ്റർ കൺട്രോൾ ഓവർ ഇമോഷൻസ്. നേരത്തെ എന്തായിരുന്നു, അത്ര ഇതല്ല, മൂഡ് സ്വിങ്സ് വല്ലാത്തൊരു ഇതിൽ നിൽക്കുന്ന സമയമാണ്. ഇൻറ്റൻസിറ്റി കൂടുതലാണ്, അല്ലെ, ഇമോഷൻസ് വളരെ ഇൻറ്റൻസീവായിട്ട് നിൽക്കുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞാൽ തീക്ഷ്ണമായിരിക്കുന്ന സമയമാണ്. ഒന്നിനെയും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ലേറ്റ് അഡോളസൻസിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയാകുന്നു? ബെറ്റർ കൺട്രോൾ ഓവർ ഇമോഷൻസ്. 18-19 വയസ്സാകുമ്പോൾ വികാരങ്ങളുടെ പുറത്തേക്ക് അവർ പക്വത ആർജിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാകുന്നു, ക്ലിയർ സെൽഫ് ഐഡന്റിറ്റി ഉണ്ടാകുന്നു, ബെറ്റർ കൺട്രോൾ ഓവർ ഇമോഷൻസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം ഓരോ സ്റ്റേജിലെയും പ്രത്യേകതകളും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ 3ആയിട്ടാണ്
അഡോളസൻസിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്ന 3 ഘട്ടങ്ങളിലായിട്ടാണ്. ഒന്ന് ഏർലി അഡോളസൻസ്, 2 മിഡിൽ, ദെൻ മൂന്നാമത്തത് ലേറ്റ് അഡോളസൻസ് ആണ്. അതിൻ്റെ പ്രായവും നിങ്ങൾക്ക് പഠിച്ചു വെച്ചിരിക്കുക. ആ സമയത്തെ പ്രത്യേകതകൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ്. ഡെവലപ്മെൻറ്റ് ഈ സമയത്തെ എന്താണ് വികാസങ്ങൾ എന്തെല്ലാമാണ്, വികസനങ്ങൾ എന്തെല്ലാമാണ്. ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണ്, ഇല്ലേ? നമുക്കറിയാം ശാരീരികമായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, പ്യൂബർട്ടി ചേഞ്ചസ്, ദെൻ ഗ്രോത്ത് ഓഫ് മസിൽസ് ആൻഡ് ബോൺസ്, ഇല്ലേ? എന്താണ് പക്വതയിലേക്ക് മാറ്റമുണ്ടാകുന്നു. പിന്നെ മസിൽസിനും ബോൺസിനും ഒക്കെ പെട്ടെന്നുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നു. ആൺകുട്ടിക്കാണെങ്കിൽ തോളുകൾ വികസിക്കുന്നു, ഇല്ലേ? പെൺകുട്ടിയുടെ ആണെങ്കിൽ എന്താണ് ഇടുപ്പുകളൊക്കെ വികസിക്കുന്ന സമയം. അങ്ങനെയൊക്കെ മസിൽസും ബോൺസും ഒക്കെ എന്താണ് ഗ്രോ ചെയ്യുന്നു, റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു. അതേപോലെ പ്യൂബർട്ടി, നമ്മുടെ വളർച്ചയിൽ മാറ്റങ്ങൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വരുന്നത്. ദെൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ എന്താണ്? ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ്. എന്താണ് നമ്മൾ ലേറ്റ് അഡോളസൻസിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും എന്താണ് ഇമോഷൻസിനെ നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങുന്നു, ഇല്ലേ? ദെൻ ഗ്രാജുവൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഓരോ വയസ്സ് കഴിയും തോറും ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാലക്രമേണ അത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ ഇതാണ് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇമോഷൻസ്, ദെൻ ഗ്രാജുവൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഓക്കെ. ദെൻ ഇനി അടുത്തത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കിക്കേ. ഇംപ്രൂവ്ഡ് സോഷ്യൽ സ്കിൽസ്. എന്താണ് നമ്മൾ പറഞ്ഞു, പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വല്ലാണ്ട് അങ്ങ് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ സൗഹൃദം വലയങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ അവർക്ക് സോഷ്യൽ സ്കിൽസും അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാറുണ്ട്, ഇല്ലേ? മറ്റുള്ളവരുമായിട്ടൊക്കെ അവർ അധികം ഇടപഴകാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ സോഷ്യൽ സ്കിൽസ്, സാമൂഹിക നൈപുണ്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നു. ദെൻ എബിലിറ്റി ടു ഫോം മെച്യൂർ റിലേഷൻഷിപ്പ്, ഇല്ലേ? പക്വതയാർന്ന ബന്ധങ്ങളൊക്കെ ഫോം ചെയ്യാനായിട്ട് അവർക്കുള്ള ഒരു ശേഷി കൈവരുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇംപ്രൂവ്ഡ് സോഷ്യൽ സ്കിൽസ്, എബിലിറ്റി ടു ഫോം മെച്യൂർ റിലേഷൻഷിപ്പ്, ഇതാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്നത്. ദെൻ നാലാമത്തത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭൗതികമായിട്ട് എന്ത് വികസനമാണ് ഉണ്ടാകുന്നത്? ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇല്ലേ? വളരെ യുക്തിപൂർവവും അതേപോലെ വിമർശനാത്മകവുമായിട്ടൊക്കെ തിങ്ക് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ആ ഒരു ഡെവലപ്മെൻറ്റ് ഈ അഡോളസൻസ് പീരീഡിലാണ് ഉണ്ടാകുന്നത്. ദെൻ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. എന്താണ് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയൊക്കെ അവരിലേക്ക് കൈവരുന്ന ഒരു സമയമാണ്. അത്തരം ഡെവലപ്മെൻറ്റൊക്കെ ഇവരിൽ ഉണ്ടാകുന്ന സമയമാണ് അഡോളസൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യാൻ കഴിയുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറയാം. ഓക്കെ. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് സാധ്യമാകുന്നു. ഇതൊക്കെ നമുക്ക് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ അഞ്ചാമത്തത് മോറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻറ്റ് മോറൽ ജഡ്ജ്മെൻറ്റ്, ഇല്ലേ? സ്വതന്ത്രമായിട്ടുള്ള എന്താണ് നൈതികമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഒക്കെ നടക്കുന്ന, അല്ലെ സാൻമാർഗിക ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങളെ വീക്ഷിച്ച് അതിൽ ശരിയും തെറ്റുമൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി മറ്റുള്ളവരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടും കൂടി കാര്യങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എന്താണ് സ്വതന്ത്രമായിട്ടുള്ള മോറൽ ജഡ്ജ്മെൻറ്റ് നടത്താനൊക്കെ ഒരു ശേഷിയിലേക്ക് അവരെത്തിച്ചേരുന്നു. ആ ഡെവലപ്മെൻ്റ് ഒക്കെ അവർക്ക് വരുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് എത്തിക്സ്. എന്താണ് അവരുടെ വാല്യൂസിലെ വ്യക്തിഗത മൂല്യങ്ങൾ അതേപോലെ എത്തിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്, ഇല്ലേ? ഇൻഡിപെൻഡൻറ്റ് മോറൽ ജഡ്ജ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് എത്തിക്സ് തുടങ്ങിയവയൊക്കെയാണ് ഈ അഡോളസൻസ് പീരീഡിൽ ഉണ്ടാകുന്ന മോറൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞു, അറിയാലോ എന്തൊക്കെ ഡെവലപ്മെൻറ്റാണ് ശാരീരികമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്നത്. ദെൻ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞു, അപ്പോൾ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഗ്രാജ്വലി കൈവരിക്കാനും കഴിയുന്നത് ആ ഒരു ഇതിലേക്ക് വരുന്നത് അഡോളസൻ പീരീഡിലാണ്. ദെൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും സോഷ്യൽ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ എന്താണ് മെച്യൂർ റിലേഷൻഷിപ്പൊക്കെ ഫോം ചെയ്യുന്ന ഒരു എബിലിറ്റിയിലേക്ക് വരുന്നത് ഈ സമയത്താണ്. ദെൻ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് ഒക്കെ സാധ്യമാകുന്നു. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വരുന്നു, ഇല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശേഷിയിലേക്കൊക്കെ വരുന്നു. പ്രശ്നങ്ങളുടെ എന്താണ് കാര്യങ്ങളെല്ലാം നോക്കിക്കാണാനായിട്ട് എന്തൊക്കെയാണ് അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യത്തിലേക്ക് ആ ഒരു എബിലിറ്റിയൊക്കെ അവരിലേക്ക് വരുന്ന സമയമാണ്, അല്ലേ? ദെൻ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് മോറൽ ജഡ്ജ്മെൻറ്റ്, സ്വതന്ത്രമായിട്ട് മോറൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ ആ ഒരു ജഡ്ജ്മെൻറ്റ് നടത്താനൊക്കെയുള്ള ഒരു ശേഷി അവർക്ക് വരുന്നു. പിന്നെ ഈ വാല്യൂസും എത്തിക്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് അഡോളസൻ പീരീഡ് എന്ന് പറയുന്നത്, അല്ലേ?
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡോളസൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ പ്രോബ്ലംസ്, അതിൻ്റെ കോസസ്, പിന്നെ അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ്, ഇതൊക്കെയാണ് നമുക്കിനി നോക്കേണ്ടത്. അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡോളസൻസ് എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ആ അഡോളസെൻ്റ് എന്നുള്ള വേർഡ് ലാറ്റിൻ പദമായിട്ടുള്ള അഡോളസർ എന്നുള്ള വേർഡിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞു ഇല്ലേ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഗ്രോ ഇൻ ടു മെച്യൂരിറ്റി എന്നാണെന്ന് പറഞ്ഞു ഇല്ലേ. പിന്നെ ഈ സമയത്തുള്ള അതിൻ്റെ അഡോളസൻസ് പീരീഡിൻ്റെ നേച്ചർ പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, സ്റ്റേജസ് പറഞ്ഞു, ഡെവലപ്മെൻറ്റ് ഡ്യൂറിങ് അഡോളസൻസ് പറഞ്ഞു. നമ്മൾ 4 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ വയസ്സ് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ പാടില്ല. ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്കുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു വെരി മച്ച്.